ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെയെല്ലാം നമ്മൾ സാധാരണയായി കഴിക്കുന്ന ഒരു സ്നാക്കാണല്ലോ ഈ മിക്സ്ചർ. അപ്പോൾ ഇനി നമ്മൾ ബേക്കറിയിലോ കടയിലോ ഒന്നും പോയി മിക്സ്ചർ മേടിച്ച് വെക്കേണ്ട, വീട്ടിൽ തന്നെ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതൊന്ന് എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. ഇതിനായിട്ട് കടലമാവാണ് എടുക്കേണ്ടത്. ഇടഞ്ഞ് വേണം എടുക്കാൻ. അരിപ്പയിലിട്ട് ഇടഞ്ഞ് ഞാൻ 2 കപ്പ് കടലമാവ് ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 കപ്പ് വറുത്ത അരിപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, ഉപ്പ് എല്ലാ ഭാഗത്തേക്കൊന്നും ആകാൻ വേണ്ടിയിട്ട്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാ പൊടികളും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം വേണം നമുക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാൻ. അപ്പോൾ ആദ്യം ഞാൻ 240 ml കപ്പിൽ 1 കപ്പ് വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. വെള്ളം വളരെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കും, കാരണം കടലമാവ് പെട്ടെന്ന് കുഴഞ്ഞു പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഏകദേശം എനിക്ക് 1/2 കപ്പും അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ മാത്രമേ ഇത് കുഴച്ചെടുക്കാനായിട്ട് ആവശ്യമായിട്ട് വന്നുള്ളൂ. ബാക്കി വെള്ളം അവിടെ കപ്പിലവിടെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് കുഴച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓയിലും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കണം. കാരണം നമ്മളിത് സേവനാഴിയിൽ ചില്ലിട്ടിട്ട് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഒന്ന് പെട്ടെന്നൊന്ന് അത് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് മാവ് കുഴച്ചെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ചൂടായി വരുമ്പോൾ ആദ്യം അതിലേക്ക് 1 പിടി കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കറിവേപ്പില ഫ്രൈ ആയിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ആ എണ്ണയിലുണ്ടായിരിക്കും. ഇനി അതിൻ്റെ കൂടെ ഒരു 5 വെളുത്തുള്ളി തൊലി കളയാതെ ചതച്ചതും കൂടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടും കൂടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നപ്പോൾ അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇതുപോലെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവിൽ നിന്നും കുറച്ചെടുത്തിട്ട് സേവനാഴിയിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മളിതുപോലെ നമുക്ക് എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ സേവ് ഉണ്ടാക്കുന്നത്. അതായത് മിക്സ്ചറിൻ്റെ ആ നീളമുള്ള ആ സേവ് ഉണ്ടാക്കുന്നത് ഇതുപോലെ ഉണ്ടാക്കാം. ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം വളരെ ലോ ആക്കി വെക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നിന്ന് ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ സേവ് നന്നായിട്ട് പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്നും കോരി മാറ്റി ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കളറാവുമ്പോൾ വേണം നമ്മൾ ഇത് കോരിയെടുക്കാൻ. അപ്പോൾ ഇതുപോലെ സേവ് എല്ലാം ഞാൻ കോരി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ച് മാവ് ഞാൻ അതിലേക്ക് ബാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ചുകൂടെ ബാക്കി വെള്ളം നമ്മളവിടെ വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്നും കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഒരു മാവ് തയ്യാറാക്കിയെടുക്കണം. ഈ ഒരു പരുവത്തിനാണ് മാവ് തയ്യാറാക്കിയെടുക്കുന്നത്. അത് ബൂന്തി ഉണ്ടാക്കാനാണ്. ഇനി ചെറുതായിട്ട് ഉരുട്ടി എടുക്കുന്ന ഒരു ബൂന്തി. അപ്പോൾ ഇതുപോലുള്ള നമ്മുടെ കയ്യിലുള്ള കോരി ഉണ്ടെങ്കിൽ, എണ്ണയിൽ നിന്ന് നമ്മൾ കോരി എടുക്കുന്ന അതുണ്ടെങ്കിൽ അതിലേക്ക് ആ മാവ് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ അതിലേക്ക് ബൂന്തി പോലെ എണ്ണയിലേക്ക് വീണോളും. അപ്പോൾ ഈ രീതിയിൽ ബൂന്തി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ ഫ്ലെയിം എപ്പോഴും ലോ ആക്കി വെക്കണം. ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നൊരു സാധനമാണ്. അപ്പോൾ ഇതുപോലെ അടുത്ത് തന്നെ നിന്ന് ബൂന്തിയുടെ കളറ് ഇതേ കളറായി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കോരി നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ആ മാവെല്ലാം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ബൂന്തിയും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് എണ്ണയിലേക്ക് കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിലക്കടല തൊലിയോട് കൂടിയിട്ടുള്ള കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് കപ്പലണ്ടിയാണ് വറുത്ത് കോരി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. കപ്പലണ്ടി എല്ലാം നിങ്ങളുടെ ഇഷ്ടപ്രകാരം എത്ര കൂടുതൽ വേണമെങ്കിൽ 1/4 കപ്പ് വരെയൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത പൊട്ടുകടലയാണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതുകൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇളക്കി ഒരു ചെറിയൊരു ബ്രൗൺ കളറാകുമ്പോൾ ഇതുപോലെ നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ സേവ് എല്ലാം ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ കൈവച്ച് ചെറുതായിട്ടൊന്ന് പൊടിച്ച് എടുക്കാം. ഇനി അതിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ബൂന്തിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഓരോന്നായിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിലക്കടല ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പൊട്ടുകടല ഫ്രൈ ചെയ്തത് അതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ആദ്യം വറുത്ത് വെച്ചില്ല കറിവേപ്പിലയും
വെളുത്തുള്ളിയുടെ അല്ലി ഉണ്ടല്ലോ അതുകൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അവസാനമായിട്ട് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു നുള്ള് ഉപ്പും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. ഇതുപോലെ തട്ടിക്കഴിഞ്ഞാൽ ആ മുളക് പൊടിയും ആ ഉപ്പും അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഒന്ന് മിക്സായിട്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് മിക്സ്ചർ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾ ഇതുപോലെ ഒന്ന് മിക്സ്ചർ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കുറേ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറുകളിൽ നമുക്ക് ആഴ്ചകളോളം സൂക്ഷിച്ച് വയ്ക്കാനും സാധിക്കും. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളുടെ കമൻസ് എല്ലാം എന്നെ ഫീഡ്ബാക്കിലൂടെ അറിയിക്കണം കേട്ടോ. പുതിയ വീഡിയോയുമായിട്ട് പിന്നീട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.